ദൈവം നമ്മെ നീതീകരിച്ച് നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ്. പാപികളായിരിക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നമ്മെ നീതീകരണത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വചനധ്യാനത്തിനായിട്ട് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 4-ാം അധ്യായമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് റോമാലേഖനം 4-ാം അധ്യായം. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലെ ചില ഉദാഹരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് 4-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൽ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് താൻ പറഞ്ഞു തുടങ്ങുന്നുവെങ്കിലും അതിനെ വ്യക്തമായിട്ട് റോമാക്കാർക്ക്, പുതിയ നിയമത്തിൽ വിശ്വാസികളായിട്ടുള്ള നമുക്കും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി 2 ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് അബ്രഹാമിനെ കുറിച്ചും രണ്ടാമതായിട്ട് ദാവീദിനെ കുറിച്ചും. ഞാനതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുകയാണ്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്തെന്ന് പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവനിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതെ പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളാൽ ഒന്നും അവൻ നീതീകരിക്കപ്പെടത്തില്ല. കാരണം മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയെന്ന് പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ എന്ത് ചെയ്താലും അവനെ അത് നീതീകരണമായിട്ട് കണക്കാക്കുവാൻ സാധ്യമല്ല. കാരണം അവൻ മനുഷ്യനാണ്, ജന്മനാൽ അവൻ പാപിയാണ്. എന്നാൽ തിരുവചനത്തിൽ ആര് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. റോമാലേഖനം 4-ാം അധ്യായത്തില് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിയാൽ ഒരു മനുഷ്യന് നീതീകരണം ലഭിക്കത്തില്ല. 2, പരിച്ഛേദനയാൽ മനുഷ്യന് നീതീകരണം ലഭിക്കത്തില്ല. 3, ന്യായപ്രമാണത്താലും നീതീകരണം ലഭിക്കത്തില്ല. കാരണം ന്യായപ്രമാണം വരുന്നതിന് മുന്നമേയാണ് അബ്രഹാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവിക വാഗ്ദത്തമായിട്ടുള്ള ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി 15-ന്റെ 4-6 പറയുമ്പോൾ അപ്പോൾ പരിച്ഛേദനയും നടന്നു തുടങ്ങിയിട്ടില്ല. മനസ്സിലാക്കണം, പ്രവൃത്തികളൊന്നും സംഭവിച്ചു തുടങ്ങിയിട്ടില്ല. മറിച്ച് പൗലോസ് പറയുകയാണ്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാനുണ്ട്. കാരണം തൻ്റെ കഴിവുകൊണ്ട് തൻ്റെ യങ് സ്റ്റേജിൽ അല്ലെങ്കിൽ തൻ്റെ 99-ാമത്തെ വയസ്സിൽ എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു എന്ന് പറയുമ്പോൾ അവനെ പ്രശംസിപ്പാനുണ്ട്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. മറിച്ച് അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. മാനുഷികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ പ്രാധാന്യമില്ല, മാനുഷികമായിട്ടുള്ള ഒരു പ്രവൃത്തികൾക്കും അവിടെ പ്രാധാന്യമില്ല. മറിച്ച് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു വാക്ക് ഇവിടെ പറയും. 21-ാമത്തെ വാക്യത്തിൽ റോമലേഖനം 4:21 പറയുകയാണ്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നൽകി തരുമെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പോടെ വിശ്വസിക്കുന്ന ഒരു അബ്രഹാമിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. 15, 16, 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. വിളിക്കുമ്പോഴത്തേക്ക് അബ്രഹാം വിളി കേട്ട് താൻ തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഭാഗം അത് പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രവൃത്തി ഉണ്ടായതിന് മുന്നമേ തന്നെ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ വിശ്വാസം ആദ്യം ദൈവത്തിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താൻ ഇറങ്ങിത്തിരിച്ചു, അത്രമാത്രമേ ഉള്ളൂ. മറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവൃത്തികളാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ വാഗ്ദത്തം പരിച്ഛേദനയിലൂടെ ലഭിക്കുന്നതല്ല ഈ നീതീകരണം, പ്രവൃത്തിയിലൂടെ ലഭിക്കുന്നതല്ല ഈ നീതീകരണം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ, പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണങ്ങളിലൂടെ, യാഗങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതല്ല നീതീകരണം. മറിച്ച് പൗലോസ് പറയുകയാണ്, ഈ നീതീകരണം ലഭിക്കുന്നത് യേശു കർത്താവിൽ കൂടെയാണ്. പുതിയ നിയമ വിശ്വാസികളോട് പറയുന്നത്,
ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഈ നീതീകരണം ലഭിക്കുന്നതെന്ന് പറയുകയാണ്. പഴയ നിയമവും പുതിയ നിയമമായിട്ടുള്ള വിശ്വാസികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ് അടുത്ത വാക്യം 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവന് കണക്കിട്ടു. അതായത് 22-ാം വാക്യം പറയുന്നു, അത് അവന് നീതിയായി കണക്കിട്ടു. ഏത്? അവന്റെ വിശ്വാസം നീതിയായിട്ട് കണക്കിട്ടു. ആ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. അടുത്ത വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനാൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ള ആകയാൽ തന്നെ. മനസ്സിലാക്കണം, കർത്താവ് പഴയ നിയമത്തിലെ വിശ്വാസികളെ മാത്രമല്ല, പഴയ നിയമത്തിൽ വിശ്വാസികളായിട്ടുള്ള അബ്രഹാം തുടങ്ങിയുള്ള നേതാക്കൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള നമുക്കും ഒരു പ്രത്യേകതയുണ്ട്. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നീതിയായിട്ട് കണക്കിടുമെന്നുള്ളതാണ്. ആയതുകൊണ്ട് നാം നമ്മെ തന്നെ നീതീകരിച്ചാൽ നീതീകരിക്കപ്പെടുകയില്ല, മറിച്ച് കർത്താവാണ് നീതീകരിക്കുന്നത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നു. 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി ഗുണങ്ങൾ കൊണ്ട് ആയിരുന്നു ദൈവം നമ്മെ നീതീകരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നീതീകരണം ഒരു 100% നിലനിൽക്കുകയില്ല. മറിച്ച് ദൈവം നമ്മെ നീതീകരിച്ച് നമ്മൾ പാപികളായിരിക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നമ്മെ നീതീകരണത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ കുടുംബ കുലമഹിമകളോ ഒന്നുമല്ല. ദൈവത്തെ അറിഞ്ഞു ആ യേശു കർത്താവിൽ വിശ്വസിക്കുവാനുള്ള ഒരു ഭാഗ്യം, ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ വിശ്വസിക്കുവാനുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നാമും നീതീകരിക്കപ്പെട്ടത്. നാം നീതീകരിക്കപ്പെട്ട അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമാണ് ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനവും നമുക്ക് ലഭ്യമായിട്ട് തീരുക. ആയതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കുക സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.